നിന്റെ അപ്പ എനിക്ക് തന്ന കനിയാണ് പെണ്ണെ നീ. അതിനെ ഞാൻ എന്നോളം കാത്തു സൂക്ഷിക്കില്ലേ. കനി. രചന മുനീറ പൂവി. അവതരണം ഷാഹുൽ മലയിൽ. അപ്പേ അപ്പേ എന്നെ ഇട്ടിട്ട് പോവല്ലേ അപ്പേ. കുഞ്ഞിന്റെ തേങ്ങി കരച്ചിൽ കേട്ട് മാധവൻ ഉറക്കത്തിൽ നിന്ന് ചാടിയണീറ്റ്. കണ്ണേ കണ്ണേ. അപ്പയുടെ കണ്ണനെ വിട്ടിട്ട് അപ്പ എങ്ങോട്ടും പോവില്ലടാ. തൻ്റെ അടുത്ത് മൂടി പൊതിച്ച് കിടക്കുന്ന പൊന്നോമനെ മാധവൻ മൃദുവായും തലോടി. അപ്പൻ്റെ കണ്ണന് നല്ല ചൂടുണ്ടല്ലോ, പനിക്കുന്നുണ്ടല്ലോ ദേവി എൻ്റെ കുട്ടിക്ക്. ആ പിതൃഹൃദയം ഒന്ന് തേങ്ങി. മാധവൻ വേഗം അടുക്കളയിലേക്ക് പോയി കുറച്ച് കുറിയരി എടുത്ത് നല്ലപോലെ കഴുകി പാകത്തിന് വെള്ളവും ഒഴിച്ച് സ്റ്റൗ ഓണാക്കി കുക്കറിൽ വെച്ചു. വീണ്ടും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും അയാളുടെ ഉള്ളത്ത് വല്ലാതെ പൊള്ളിച്ച്. കണ്ണേ കരയിലടാ, അപ്പ ഇതാ വരുന്നു വന്നേ. അത് പറയുന്നതിനൊപ്പം വേവിച്ച കഞ്ഞി ഒരു ബൗളിലേക്ക് പകർത്തി. കഞ്ഞിയിൽ നിന്ന് പറക്കുന്ന ആവിയേക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് അയാളുടെ ഉള്ള ആവിൽ വേവിച്ചെടുത്ത പോലെ വെന്തുപോയിരുന്നു. 4 വർഷത്തെ പ്രണയത്തിന് ശേഷം വീട്ടുകാരുടെ സമ്മതപ്രകാരം അഗ്നിസാക്ഷിയായി താലി കെട്ടിയവൾ, 10 മാസം ഗർഭം ചുമന്ന് തൻ്റെ മോളെ നൊന്ത് പ്രസവിച്ചവൾ, ഒരു രാവ് പുലർന്നപ്പോൾ ഒരു കത്തെഴുതി മേശപ്പുറത്ത് വെച്ചുകൊണ്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയവൾ. ഞാൻ പോകുന്നു, ഇനി എന്നെ തിരയേണ്ടതില്ല. ജീവനോളം അല്ല, ജീവനേക്കാൾ ഞാൻ സ്നേഹിച്ചവൾ. ഒരു ദിവസം പെട്ടെന്ന് പടിയിറങ്ങുമ്പോൾ മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ഹൃദയം നുറുങ്ങുന്ന വേദന സമ്മാനിക്കും. തുന്നിച്ചേർക്കാൻ പറ്റാത്ത വിധം അത്രയും അയാളുടെ ഉള്ളം പിന്നിപ്പോയിരുന്നു. അന്ന് കോടതി വരാന്തയിൽ വെച്ച് മോൾക്ക് വേണ്ടി വാദിച്ചതോർത്ത് മാധവന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു പുച്ഛഭാവം കലർന്നിരുന്നു. കണ്ണേ, അപ്പയുടെ മോൾ ആർക്കും കൊടുക്കില്ല കേട്ടോ. ഈ കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിച്ചെന്ന് ഉറങ്ങിയ പനിയൊക്കെ പോവും കണ്ണേ. പനി മാറിയാലല്ലേ അപ്പയുടെ കണ്ണന് സ്കൂളിൽ പോകാൻ പറ്റൂ. എന്നിട്ട് പഠിച്ചു വലിയ ഡോക്ടറായിട്ട് വേണം. അപ്പയുടെ കണ്ണൻ അപ്പൻ്റെ നെഞ്ചിലും പുറത്തൊക്കെ പരിശോധിക്കുന്നു. അപ്പാക്ക് കണ്ണു നിറയെ കാണണം കണ്ണേ. അപ്പേ കഞ്ഞി മതി അപ്പേ. കണ്ണേ, ഇത് മുഴുവൻ കുടിക്കണം, അല്ലെങ്കിൽ കുളി കഴിക്കാൻ പറ്റില്ല പൊന്നെ. എനിക്ക് വേണ്ട പപ്പേ. അവളെ ചിണുങ്ങിക്കൊണ്ട് മാധവന്റെ തോളിലേക്ക് വീണു. അപ്പേ എനിക്ക് എങ്ങും പോകണ്ട, ഇവിടെ അപ്പയുടെ കൂടെ നിന്നാ മതി. അമ്മയുടെ കൂടെയുള്ള അങ്കിളി ചീത്തയാണപ്പേ. കണ്ണേ, മോളെന്താ അങ്ങനെ പറഞ്ഞേ? മാധവൻ എന്ന അച്ഛൻ്റെ ഉള്ളവന്ന് പിടഞ്ഞു. ചീത്ത ആയതുകൊണ്ടല്ലേ അപ്പേ ഞമ്മളെ അമ്മേനെ ആങ്കിൾ കൊണ്ടുപോയത്. ചുണ്ടു പിളർത്തിക്കൊണ്ട് പറയുന്ന മോളെ നോക്കി അയാളൊന്ന് വിശ്വസിച്ചു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങൾക്ക് വഴിമാറിക്കൊടുത്തു. മോൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സ്നേഹനിധിയായ ഒരച്ഛൻ വീണ്ടും ഒരു യുവാത്തെക്കുറിച്ച് ബന്ധുക്കൾ നിർബന്ധിച്ചെങ്കിലും വിശ്വാസം എന്നത് ചിന്നിച്ചിതറിയ ചില്ലുകൊട്ടാരം പോലെ വീണുടഞ്ഞിരുന്നു. ഭാര്യ പോയതിനു ശേഷം അയാൾ പിന്നെ വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല. തൊടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം മതിയായിരുന്നു ആ 2 വയറിനും വിശപ്പടക്കാൻ. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ശ്വാസം മുട്ടൽ മാധവന്റെ ആരോഗ്യനില വഷളാക്കിക്കൊണ്ടിരുന്നു. കണ്ണേ, ഇനിയും ഒരുങ്ങിയില്ലേ? ഇന്ന് എക്സാം അല്ലേ, സമയം എത്രയായി നോക്ക് കണ്ണേ. അപ്പേ എക്സാമൊക്കെ പിന്നെ എഴുതാലോ. അപ്പാക്ക് വയ്യാതെ ഇവിടെ ഇട്ടിട്ട് പോയാൽ എക്സാം ഒന്നും എഴുതാൻ കഴിയില്ല. അപ്പാക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ? കണ്ണേ, ഈ എക്സാമിന് പോയില്ലെങ്കിൽ ശരിയാവില്ലടാ. അപ്പയുടെ സ്വപ്ന എൻ്റെ കുട്ടി പഠിച്ച് മിടുക്കിയായിട്ട് എക്സാം എഴുതി നല്ല മാർക്ക് വാങ്ങിക്കുന്നു. കണ്ണ് നിറച്ചുകൊണ്ട് മാധവൻ അത് പറയുമ്പോൾ നിറകണ്ണുകളോട് അവൾ അപ്പായെ നോക്കി. അപ്പേ ഞാൻ പെട്ടെന്ന് എക്സാം എഴുതി തിരിച്ചു വരും. അതുവരേക്കും ഇവിടെ ഇറങ്ങാൻ പാടില്ല. ദേ അപ്പാക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ മേശപ്പുറത്തുണ്ട്. അയ്യേ, എന്തിനാ ഈ കണ്ണ് നിറയുന്നത്? അപ്പയുടെ മോള് പഠിച്ച് നല്ല മിടുക്കിയായിട്ട് എക്സാമിന് പോകുന്നു. മാധവന്റെ കണ്ണ് വീണ്ടും വീണ്ടും നിറഞ്ഞുകൊണ്ടേയിരുന്നു. അതൊരു പൊട്ടിക്കരച്ചിലായി മാറി. കണ്ണേ എന്ന് വിറക്കുന്ന ശബ്ദത്തോടെ വിളിച്ചുകൊണ്ട് അവളുടെ മുഖമാകെ ഉമ്മകൾ കൊണ്ട് മൂടി. അപ്പേ ഞാൻ വേഗം വരാട്ടോ. വീണ്ടും ആ കവിളിയിൽ ഉമ്മ കൊടുത്തുകൊണ്ട് അവൾ കോളേജിലേക്ക് പോയി. നിറഞ്ഞു തൂവുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചു നീക്കിക്കൊണ്ട് എക്സാം ഭംഗിയായി എഴുതി. അവസാന നിമിഷം ആൻസർ പേപ്പറിലൂടെ കണ്ണോടിക്കുമ്പോഴാണ് എക്സാം ഹാളിലേക്ക് ഓടിക്കതച്ച് വരുന്ന കാശിയെ അവൾ കണ്ടത്. കാശിയിൽ അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. ടീച്ചറുടെ നോട്ടം അവൾക്ക് നേരെ നീണ്ടിയിരുന്നു. കനി, ടീച്ചർ പറഞ്ഞു മുഴുവിക്കും മുമ്പേ കാശി അവളെയും കൊണ്ട് കോളേജ് വരാന്തയിലൂടെ ഓടിപ്പോയിരുന്നു. കാശിയേട്ടാ, എന്താ കാര്യം പറയും കാശിയേട്ടാ. കനി, എന്നോട് പോന്ന് ചോദിക്കല്ലേ, നല്ല കുട്ടിയായിട്ട് എൻ്റെ കൂടെ വാ. കാശിയേട്ടാ, അപ്പാക്ക് വയ്യേ? ഇല്ല, എൻ്റെ അപ്പാക്കൊന്നും ഉണ്ടാവില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാശിയുടെ മടിയിലേക്ക് അവൾ തളർന്നു വീണു. കാശിയുടെ കണ്ണ് നിറഞ്ഞു തൂവി. കനി, ഇങ്ങനെ കരയില്ലേ മോളെ. അപ്പാക്കൊന്നുമില്ലെന്ന് പറയാൻ അവൻ്റെ ഉള്ളം വെമ്പെങ്കിലും അതുകൊണ്ടൊരു കാര്യവുമില്ല. ചെമ്മൺ പാതയിലൂടെ നീങ്ങി തെങ്ങിൻ തോപ്പും കഴിഞ്ഞ് അവൻ്റെ കാറ് കനിയുടെ വീട്ടുമുറ്റത്തെത്തി. കനി, എഴുന്നേൽക്ക് മോളെ, വീടെത്തി. ഉറക്കത്തിലെന്ന പോലെ അവൾ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. കാശിയേട്ടാ, എന്താ ഇവിടെ ഇങ്ങനെ ആളുകളൊക്കെ? എനിക്ക് പേടി തോന്നുന്നു കാശിയേട്ടാ. കനിയുടെ ചോദ്യത്തിന് കാശിക്ക് വാക്കുകളൊന്നും പുറത്തേക്ക് വരാതെ തൊണ്ടക്കുഴിയിൽ തന്നെ കുരുങ്ങിക്കിടന്നു. കാശി അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വീടിൻ്റെ ഉമ്മറത്തേക്ക് നടന്നു. ഇതുവരെ കാണാത്ത പല മുഖങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്.
കനിയെ കണ്ടതും അവിടെ കൂടിയവരുടെ കണ്ണുകളും ഈറനണിഞ്ഞു. ആ മോളിതെങ്ങനെ സഹിക്കും? ആകുണ്ടായിരുന്ന അച്ഛനും കൂടി പോയി. ഓരോ മക്കളുടെ വിധിയെ. പലരും അടക്കം പറഞ്ഞുകൊണ്ട് നെടുവീർപ്പെട്ടു. കന്യെ കണ്ണുറന്നേ. പേടിയോടെ കാശി അള്ളിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുകി അടച്ചു നിൽക്കുകയാണ് കനി. അവളിൽ നിന്ന് ഇടയ്ക്ക് ഓരോ തേങ്ങലുകൾ പുറത്തേക്ക് വരുന്ന കാശി അറിഞ്ഞു. മോളെ കണ്ണ് തുറക്ക്, അപ്പായെ കാണണ്ടേ നിനക്ക്? അപ്പച്ചിയാണ് ചോദിച്ചത്. കണ്ണേ. അപ്പ വന്ന് വിളിക്കുന്ന പോലെ തോന്നിയവൾക്ക് പെട്ടെന്ന് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അപ്പേ, അപ്പ ഉറങ്ങിയോ? മരുന്നൊന്നും കഴിച്ചില്ലല്ലോ. കാശിയുടെ കൈ കുടഞ്ഞെറിഞ്ഞവൾ റൂമിലേക്ക് ഓടി. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ഗുളികൾ ഓരോന്നായി കയ്യിലെടുക്കാൻ തുടങ്ങി. കനിയെ. പുറകിൽ നിന്ന് കാശി വിളിച്ച് കേട്ടെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. അപ്പം മരുന്ന് കഴിച്ചില്ല കാശിയേട്ടാ. അതാ കാശിയേട്ടൻ വന്നപ്പോൾ അപ്പം മിണ്ടാകെ എടുക്കുന്നു, അല്ലാതെ ഉറങ്ങിയിട്ടൊന്നല്ല. ഞാൻ കാണിച്ചു കൊടുക്കാം. തിരിഞ്ഞു നോക്കാതെ തന്നെ കനി പറഞ്ഞുകൊണ്ടിരുന്നു. കനിയുടെ ഈ അവസ്ഥ അവനെ വല്ലാതെ വേദനിപ്പിച്ചു. കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ അവൾ കാണാതിരിക്കാൻ അവൻ വേഗത്തിൽ തുടച്ചു മാറ്റി. കനി, ഇതൊക്കെ ഇവിടെ വെച്ച്. ഇനി ഇതൊന്നും അപ്പാക്ക് വേണ്ട. മോളെ, അപ്പ പോയില്ലേ? നമ്മളെല്ലാവരെയും വിട്ട് അപ്പ പോയി. അത് പറയുന്നതിനോടൊപ്പം കാശി കരഞ്ഞുപോയി. കാശിയേട്ടാ, എന്താ പറഞ്ഞ്? അപ്പ പോയെന്നോ? പറ കാശിയേട്ടാ, എങ്ങോട്ട് പോയെന്ന്? കനി അവന്റെ ചുമലിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് അവന്റെ മറുപടിക്കായി കാതോർത്ത് നിന്നു. അതേ മോളെ, അപ്പ ഇനിയില്ല. പിന്നെ അവനൊന്നും പറയാതെ അവളെയും കൊണ്ട് ഉമ്മറത്തേക്ക് പോയി. ചന്ദനത്തിരിയുടെ മണം മൂക്കിലേക്ക് തുളച്ചു കയറിയപ്പോൾ കനി കണ്ണുകൾ മെല്ലെ തുറന്നു. അപ്പേ, എന്നെ ഇട്ടിട്ട് പോയി അല്ലേ? കനി മാധവന്റെ ശരീരത്തിലേക്ക് അമിഴ്ന്നു വീഴാൻ പോയപ്പോഴേക്കും അപ്പച്ചി അവളെ താങ്ങിയിരുന്നു. ഞാൻ എൻ്റെ അപ്പയ്ക്ക് ഒരു ഉമ്മ കൊടുത്തോട്ടെ അപ്പച്ചി. അവസാനമായിട്ട് എൻ്റെ അപ്പയൊന്ന് തൊട്ടോട്ടെ. അപ്പേ, കണ്ണ് തുറക്ക്, നോക്കി എന്നെ കണ്ണീന്നൊന്ന് വിളിച്ചേ. അപ്പേ, ഞാൻ നന്നായിട്ട് എക്സാം എഴുതിയെന്ന് അറിയണ്ട എൻ്റെ അപ്പാക്ക്. അപ്പേ, അപ്പേ, കണ്ണ് തുറക്കപ്പേ. പിന്നെ അവൾ എന്തൊക്കെയോ പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. മാധവന്റെ മരണവിവരം അറിഞ്ഞ് അവന്റെ ഭാര്യ വന്നിരുന്നു അത്രേ. കാശി അവരെ ഉള്ളിലേക്ക് കയറാൻ സമ്മതിച്ചില്ല. ആ ശവം കൂടി തിന്നാനാണോ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് കാശി അവളെ ഗേറ്റിന് പുറത്താക്കി. അവിടെ അങ്ങനെ ഓരോ സംസാരങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. കാശി ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. ചീത കത്തിയേരിയും മുമ്പേ ഓരോരുത്തരായി പോവാൻ തുടങ്ങി. എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. അവസാനം ആ വീട്ടിൽ കാശിയും അവൻ്റെ അമ്മയും കനിയും മാത്രമായി. കാശി, എന്താ നിന്റെ തീരുമാനം? കനി എവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല, നമ്മൾക്ക് ഇവിടെ വന്ന് നിൽക്കാനും പറ്റില്ല. അമ്മ, എന്തിനാ കനി ഇവിടെ വിട്ടുപോകുന്നു? നമ്മുടെ കൂടെ കൊണ്ടുപോകണം അവളെ. ഞാനില്ല കാശിയേട്ടാ, നിങ്ങൾ പോയിക്കോ. അച്ഛൻ ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ട് കനി എങ്ങോട്ടുമില്ല. എനിക്കെൻ്റെ അച്ഛൻ കൂട്ടുള്ളപ്പോൾ വേറെ ആരും വേണ്ട, വേറെ ആരും. കനി മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. ആ ഹൃത്തിലെ വേദന അവന് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പയുടെ മരണം അത്രയ്ക്ക് മുറിഞ്ഞിട്ടുണ്ടാവുള്ള. മരുന്നുകൊണ്ട് മാറാത്തത്രയും ആഴത്തിൽ മുറിഞ്ഞ് ചോര ചീറ്റുന്നുണ്ട്. കനി. കാശി അവളുടെ മുടികൾ തലകൂടിക്കൊണ്ട് അത്രയും ആർദ്രമായി വിളിച്ചു. വാ, ഡ്രസ്സൊക്കെ മാറി, നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പ ഇവിടെ തനിച്ചല്ലേ കാശിയേട്ടാ? ചോദിക്കുന്നതിനോടൊപ്പം അവളുടെ ഹൃദയം മലമുറയിട്ട് കരയാൻ തുടങ്ങി. അപ്പയുടെ സ്വപ്നല്ലേ കനി നീ പഠിച്ചിട്ട് ഡോക്ടറാവാന്ന്? എന്നിരുതേ ഏടൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പുറങ്ങുന്ന ഈ മണ്ണിൽ വേണം അത് സാക്ഷാത്കരിക്കാൻ. കാശിയുടെ ആ വാക്കേട്ടതും കനിയുടെ ഉള്ളിൽ എവിടെയോ ഒരു തിരിവട്ടം തെളിഞ്ഞു. അപ്പയുടെ അടുത്ത് എന്നവൾ യാത്ര പറഞ്ഞു. കനിയുടെ കരഞ്ഞു വീർത്ത കൺതടം കാണെ കാശിയുടെ ഉള്ളം നീറി. മോളെ, മതി കരഞ്ഞത്, എഴുന്നേൽക്ക്. നമുക്ക് ഇടയ്ക്കൊക്കെ അപ്പയെ കാണാൻ ഇവിടെ വരാലോ. അപ്പച്ചി അത് പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കനി അവരെ കെട്ടിപ്പിടിച്ചു. ഒരമ്മയുടെ വാത്സല്യമെന്നോണം അപ്പച്ചി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കനി അന്ന് ആ വീടിൻ്റെ പടിയിറങ്ങി. അപ്പച്ചിയുടെയും കാശിയുടെയും ചേർത്ത് പിടിക്കൽ കൊണ്ട് സങ്കടങ്ങളെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൾ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി. വർഷങ്ങൾക്കിപ്പുറം മാധവൻ അന്തിയുറങ്ങുന്ന മണ്ണിൽ തലയെടുപ്പോടെ ഉയർന്നു വന്നു മാധവൻ ക്ലിനിക്. മാധവന്റെ സ്വപ്നമായിരുന്നത് ഡോക്ടർ കനി കാശിനാഥൻ. അതെ, മാധവൻ അവസാന ശ്വാസം വലിച്ചത് കാശിയുടെ മടിയിൽ കിടന്നായിരുന്നു. മാധവൻ അന്ന് കാശിയോട് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ. കാശി, എൻ്റെ കനിയെ മരണം വരെ പൊന്നുപോലെ നോക്കിക്കൊള്ളണം എന്ന്. കണ്ണേന്ന് വിളിക്കാൻ ഇനി എൻ്റെ കനിക്ക് അപ്പം ഉണ്ടാവില്ല. നിന്നെ ഏൽപ്പിച്ച്. അപ്പോഴേക്കും ആ ശബ്ദം പതിയെ പതിയെ നിലച്ചു പോയിരുന്നു. മാധവൻ ക്ലിനിക്കിന്റെ ഉദ്ഘാടനമായതുകൊണ്ട് അന്നത്തെ പരിശോധനയും മരുന്നും എല്ലാവർക്കും ഫ്രീ ആയിരുന്നു. ഒത്തിരി തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ കനി നന്നേ തളർന്നു പോയിരുന്നു. ശരീരത്തേക്കാൾ മനസ്സാണ് തളർന്നത്. അപ്പയുടെ ഓർമ്മകൾ അവളെ നോവിനാൽ വലയം തീർത്തുകൊണ്ടാവാം.
ഭക്ഷണത്തിന് എഴുന്നേൽക്കാൻ നേരമാണ്. ഒരു പേഷ്യന്റ് കൂടി വരുന്നുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് മറീന സിസ്റ്റർ റൂമിലേക്ക് വന്നു. ഒട്ടും നടക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ സിസ്റ്റേഴ്സ് പിടിച്ചുകൊണ്ടാണ് അവരെ റൂമിലേക്ക് കൊണ്ടുവന്നത്. നന്നേ ക്ഷീണിച്ച മുഖവും മെലിഞ്ഞ് ശോഷിച്ച കൈകാലുകളും അവരെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത കനിവ് തോന്നി. പരിശോധനയ്ക്കിടയിൽ പേര് ചോദിക്കാനും ഡോക്ടർ കനി മറന്നില്ല. ഭാനുമതി വീക്കിക്കൊണ്ടാണ് അവർ പേര് പറഞ്ഞത്. കണ്ണിമച്ചിമാതെ അവർ കനിയെ തന്നെ നോക്കിയിരുന്നു. മോളെ കനി, അവര് മേലെ വിളിച്ചു. കനിയൊരു പതർച്ചയോടെ എഴുന്നേറ്റു. അതെ അമ്മ, ഭാനുമതി. അമ്മ എന്ന വാക്കിനോട് തന്നെ അവൾക്ക് അറപ്പ് തോന്നി. കണ്ണേ, നമുക്ക് മുമ്പിൽ കൈനീട്ടി വരുന്നവർ ശത്രുവാണെങ്കിൽ പോലും വെറും കൈയോടെ തിരികെ വിടരുത്. അപ്പയുടെ വാക്കുകൾ കനിയിൽ ഉറവ് പൊടിയിച്ചു. തുളുമ്പി വന്ന കണ്ണുനീർ തുള്ളികൾ അവർ കാണാതിരിക്കാൻ അവൾ പാടുപെട്ടു. അപ്പയെ ഓർത്ത് മാത്രമാണ് ആ കണ്ണുകൾ നിറഞ്ഞത്. അധികം വാക്കുകൾ ചവച്ച് തുപ്പാനം നിൽക്കാതെ ഒരു ഡോക്ടറുടെ കർത്തവ്യം അവൾ ഭംഗിയായി നിർവഹിച്ചു. നിറകണ്ണുകളോട് ആശുപത്രി വരാന്തയിലൂടെ നടന്നു നീങ്ങുന്ന ഭാനുമതിയെ കനി ഒന്നേ നോക്കിയുള്ളൂ. അപ്പോഴേക്കും അപ്പായുടെ കണ്ണേ എന്നുള്ള വിളി അവളുടെ ഉള്ളത്തെ കൊളുത്തി വലിച്ചു. ഇറയത്തിന്നും ഈറ്റിറ്റ് വീഴുന്ന മഴത്തുള്ളികളെ കൈക്കുമ്പിളിലെടുത്ത് മുഖത്തേക്ക് തെറിപ്പിച്ചപ്പോഴും അതിനോടൊപ്പം ഉതിർന്നു വീഴുന്ന കണ്ണുനീരും കവിളിനെ ചുംബിച്ചുകൊണ്ട് നിലം പതിച്ചു. കഴുത്തിലൊരു ചുടി നിശ്വാസം അറിഞ്ഞതും അവളൊന്ന് പിടഞ്ഞു. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്ക് അറിയാമായിരുന്നു. കാരണം ആ വാത്സല്യ ശ്വാസത്തിന് ഒരേ ഒരു അവകാശിയേ ഉള്ളൂ, കാശിനാഥൻ, അവളുടെ പ്രാണനായവൻ. കണ്ണേ. കാശി അവളുടെ കാതോരം ഒഴിഞ്ഞു. എന്തോ? കാശി വിളിച്ച അതേ ഇണത്തോടെ തന്നെ കനിയും മറുപടി കൊടുത്തു. കനിയെ, ഓരോ മഴ പെയ്ത്തിനും നീ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയാലോ? അത് അപ്പാവുക്കും വിഷമാവില്ലേ? അപ്പാക്ക് കാശി കൊടുത്ത വാക്കാ, നിന്നെ മരണം വരെ പൊന്നുപോലെ നോക്കിക്കോളാമെന്ന്. എന്നിട്ട് നീ... അവനൊരു കെറുവോടെ പറഞ്ഞുകൊണ്ട് മുഖം തിരിഞ്ഞതും അന്നേരം കനിയുടെ മിഴികൾ നിറഞ്ഞു തൂവി. സോറി ഏട്ടാ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സോറി. അവൾ കരഞ്ഞുകൊണ്ട് അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. കനിയെ. സ്നേഹാർദ്രമായ അവൻ്റെ വിളിയിൽ അവളൊന്ന് മൂളി. എൻ്റെ മുഖത്തേക്ക് നോക്ക് കനി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും പ്രണയത്തോടെ അവൻ്റെ മിഴികളും അവളോട് ഒരുപാട് കഥകൾ മെനഞ്ഞു. നിന്റെ അപ്പ എനിക്ക് തന്ന കനിയാണ് പെണ്ണേ നീ. അതിനെ ഞാൻ എന്നോളം കാത്തു സൂക്ഷിക്കില്ലേ? അത് പറയുന്നതിനോടൊപ്പം കനിയുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞിരുന്നു. ആ സ്നേഹച്ചൂടിൽ അവൻ്റെ നെഞ്ചോര മുഖം പൂഴ്ത്തി കിടക്കവേ ആ ഹൃദയതാളം അവളിൽ ആനന്ദമുണർത്തി. ഒരു പ്രത്യേക കുളിർമയോടെ പ്രകൃതിയും അവരെ പൊതിഞ്ഞു പിടിച്ചപ്പോൾ രണ്ടു മെയ്യും മനവും ഒന്നായിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളിലേക്ക് ഇരുവരും മൂളിയിട്ടു.